കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. ഇപ്പോൾ അവളുടെ പരാതി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട തരത്തിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ട്. വാസ്തവമാണത്. ഭർത്താവ് തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട രീതിയിലാണ് പ്രത്യേകിച്ച് അമ്മായിമ്മയുടെ മുന്നിലൊക്കെ സംസാരിക്കുന്നത്. ഈ ഭാര്യയെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു, ചീത്ത വിളിക്കുന്നു, മോശക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പരിഗണന ഈ ഭാര്യയ്ക്ക് ലഭിക്കുന്നില്ല. സഹി കിട്ടും തന്നെ പറയാം. ഇപ്പോഴെന്താണ് ഈ ഭാര്യ ചെയ്തത്? ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ആ ബസ്സിൽ കയറി എന്നും ഒരു സ്ഥിരമായി പോകുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിലെ ക്ലീനറുമായിട്ടാണ് ഇപ്പോൾ പ്രണയത്തിൽ എന്നുള്ളത്. അങ്ങനെ പ്രണയിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം ഈ സ്ത്രീ മനസ്സിലാക്കുന്നത്. ഭർത്താവ് സത്യത്തിൽ ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു സീക്രറ്റായിട്ട് ഇവിടെ മുന്നോട്ട് ഈ പ്രണയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവളുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലീനർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പോൾ അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീനർ കല്യാണം കഴിച്ച് 3 കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിവാഹിതനാണ്, കുട്ടികളുടെ അച്ഛനാണെന്നുള്ളതാണ്. ഇപ്പോഴാണ് ഇവളിത് അറിയുന്നത്. ഇതറിഞ്ഞ മുതലേ അവൾക്ക് ഉത്കണ്ഠ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല, ഉത്കണ്ഠയും അതുപോലെ തന്നെ ഡിപ്രഷനും എല്ലാം കയറി വന്നു. ആ സന്ദർഭത്തിലാണ് അവളിത് കാര്യം പറയുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എൻ്റെ ഭർത്താവിൻ്റെ എന്നോടുള്ള പരിഗണന കുറവാണെന്നുള്ളത്. നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ വേണ്ട തരത്തിൽ ഭാര്യമാരെ പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ന്യായീകരിക്കുമ്പോൾ തന്നെ ചില ഭർത്താക്കന്മാരുടെ വേണ്ട തരത്തിലുള്ള പരിഗണന വീട്ടിൽ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ചിലർ ചെന്ന് ചാടുന്നത് വലിയ ഒരു ചതിക്കുഴിയിലാണെന്നുള്ളതാണ്. അങ്ങനെ ചതിക്കുഴിയിൽ ചെന്ന് ഒരു സ്ത്രീയുടെ കഥയുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, വീട്ടിൽ ഒരുപക്ഷെ ഭർത്താക്കന്മാരുടെ പരിഗണന ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മോശപ്പെട്ട പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ പരിഹരിക്കാൻ വേറെ വഴികളുണ്ട്. ആ വഴികളൊന്നും തേടാതെ എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ നല്ല സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കപട സ്നേഹം തിരിച്ചറിയാതെ അല്ലെങ്കിൽ അതിൻ്റെ വഞ്ചന തിരിച്ചറിയാതെ ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ ചെന്ന് പെടുന്ന അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും വിവേകപൂർവ്വം പെരുമാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്